ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീന. അപ്പോൾ ഇന്നൊരു പുതിയ സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ കഥ കേൾക്കാം. കാറ്റിൽ പാലപ്പൂവിൻ്റെ മണം. 8 കിലോമീറ്റർ വരെ പാലപൂത്ത ഗന്ധം എത്തുമെന്നാണ് പറയാറ്. ഫൈസൽ ഒന്നുകൂടി ആഞ്ഞു വലിച്ച് കയറ്റി. ആരായാലും മയങ്ങിപ്പോകും. പക്ഷേ ഒരു നേരിയ ഒരു സുഗന്ധം മാത്രമേ ഇപ്പോഴുള്ളൂ. ബാപ്പയുടെ കൂടെ ഒരാഴ്ചത്തേക്ക് കമ്പനിക്ക് അവധിക്കാലം ചെലവഴിക്കാൻ വന്നതാണ് ഫൈസൽ. പക്ഷേ രാവിലെ തോട്ടം ഒന്ന് കറങ്ങിയിട്ട് വന്നാൽ പിന്നെ ബോറടിയാണ്. സ്വല്പം റേഞ്ച് കിട്ടണമെങ്കിൽ ഫോൺ എറിഞ്ഞു പിടിക്കണം. എങ്കിലും വൈകുന്നേരങ്ങളിൽ കാര്യം ഉഷാറാണ്. ബാപ്പയും കൂട്ടുകാരും കൂടി വെടിവെക്കാൻ കാട്ടിലേക്ക് ഇറങ്ങും. കൂടെ പോയാൽ നല്ല രസമാണ്. ഇടനേരത്തെ ബോറടി മാറ്റാൻ മാവിൽ കല്ലെറിഞ്ഞും കാക്കയോടും കാറ്റിനോടും കളി പറഞ്ഞ് നിൽക്കുന്ന ഒരു ഉച്ചയ്ക്കാണ് പാലപൂത്ത മണമടിച്ചത്. വാച്ച്മാൻ നിസാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് തോട്ടത്തിൻ്റെ തെക്കുകിഴക്കേ മൂലയിലെ അതിരിൽ നിന്ന് കുറേ മാറി ഏതോ കറവക്കാരി ഉഷയുടെ വീട്ടുവളപ്പിൽ ഒരു പാലയുണ്ടെന്നാണ്. ഫൈസലാണെങ്കിൽ ഇതുവരെ പാലമരം നേരിട്ട് കണ്ടിട്ടില്ല. എന്താ ഒരു മണം! ഞാൻ ഇതുവരെ പാല കണ്ടിട്ടില്ല. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഫൈസലിന് ഭയങ്കര ആകാംക്ഷ. എൻ്റെ ഉള്ളൂ, ഞാനില്ല. എനിക്ക് കുടുംബവും കുട്ടികളും ഉള്ളതാ. നിസാർ സ്പോട്ടിൽ കൈ കഴുകി. അതെ, ഉഷയുടെ സ്ഥലവാ. പിള്ളേരെന്നല്ല, നാട്ടുകാരും ആ വഴി നടക്കത്തില്ല. ഓർഡറാ ചെറുക്ക. വഴി ചോദിച്ചതിന് അടുക്കളയിൽ പണിക്ക് നിൽക്കുന്ന കിളവിയും മാട്ടി വിട്ടു. അടുക്കളക്കാരിക്കല്ലെങ്കിലും ഫൈസൂനെ ഒരു ബഹുമാനമില്ല. പക്ഷേ ഒരു കുഴപ്പം, ഇതേ പല്ലവി തന്നെയാണ് കേട്ടവരെല്ലാം പറയുന്നത്. അവിടം കൊള്ളില്ല, അങ്ങോട്ട് പോകരുത്, പിള്ളേരിതൊന്നും അന്വേഷിക്കരുത്, പോടാ വാടാ. ആകെ മൊത്തം ഒരു പുകമറ. ഒന്നുമില്ലെങ്കിലും 19 വയസ്സായ ഒരു യുവാവല്ലേ ഫൈസു. നാട്ടുകാർ പട്ടി തെണ്ടി മക്കള്. വഴിപ്രശ്നം കേട്ട പാടെ പണിക്കർ ആഞ്ഞാട്ടി. തുപ്പൽ കുറച്ചൊക്കെ ഫൈസൂൻ്റെ ദേഹത്തും തെറിച്ചു. എന്നാൽ സാരമില്ല. ഒരു $100 കൊടുത്തപ്പോൾ പാലയുടെയും ഉഷയുടെയും അക്ഷാംശവും ദശാംശവും അടക്കം ചരിത്രവും എല്ലാം ഫൈസൂന് നല്ല ഭംഗിയായി മിസ്റ്റർ പണിക്കർ വിവരിച്ചു കൊടുത്തു. കാര്യം അങ്ങേരുടെ തലയ്ക്ക് അല്പം അസുഖമുണ്ട്. പക്ഷേ പഴയ അബാക്കസാണ്. തൽക്കാലം വീട് തോറും കയറി ഇരക്കലാണ് ഇപ്പോഴത്തെ വരുമാന മാർഗം. പണിക്കരുടെ വിവരണം കൂടി കേട്ടതോടെ ഫൈസൂന് എങ്ങനെയും ഉഷയുടെ തട്ടകത്തിലെത്തിയാൽ മതിയെന്നായി. എന്താന്ന് വെച്ചാൽ കറവക്കാരി ഉഷ പശുവിനെ മാത്രമല്ല കറക്കാറുള്ളത്. സംഭവം ഏതാന്ന് അത് തന്നെ. കുറച്ചു കാലം മുമ്പ് വരെ അവരുടെ നിത്യസന്ദർശകനായിരുന്നു മിസ്റ്റർ പണിക്കർ. ഒരു ദിവസം വീട് സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവസാനം നാട്ടുകാർ പിടിച്ചെന്നോ തലക്കിട്ട് കൊട്ടിയെന്നോ കത്തിച്ചെന്നോ പിടിച്ചെന്നോ എന്തൊക്കെയോ ആയി. ഏതായാലും ആശാന് വട്ടായതിൽ പിന്നെ കറവക്കാരി അങ്ങോട്ടടുപ്പിച്ച് കാണാൻ വഴിയില്ല. ഉഷയ്ക്കിപ്പോൾ ഒരു 40-45 വയസ്സ് കാണുമായിരിക്കും. സർവ്വഗുണസമ്പന്ന, നല്ല എക്സ്പീരിയൻസ്, ഒറ്റയ്ക്കുള്ള താമസം, വിശാല മനസ്ക. മൊത്തത്തിൽ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു പയ്യനെ സംബന്ധിച്ച് ഉൾപ്പുളകം കൊള്ളിക്കുന്ന പ്രൊഫൈൽ. വൈകുന്നേരം 3 മണി കഴിഞ്ഞപ്പോഴേ ബാപ്പയും നിസാറും റൈഫിളും എടുത്ത് കാട്ടിലേക്ക് കയറി. ഇനി രാത്രി നോക്കിയാൽ മതി. അത് നന്നായി. ഫൈസൂന് ഇതിനു മുമ്പ് ഒരിക്കൽ ഉത്തമ സുഹൃത്ത് രാഹുലിൻ്റെ കൂടെ ഒരു ധൈര്യത്തിന് കൂടെ പോയിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ രാഹുലിൻ്റെ വീരകഥകൾ കേട്ടിട്ട് ഫൈസുവിനും ഒരു വീരപുരുഷ കേസരിയാകാൻ ആഗ്രഹമൊക്കെയുണ്ട്. പക്ഷേ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന ഒരു കുടുംബത്തിലെ കണ്ണിയായി പോയില്ലേ. 6 മാസമായി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നു. ഇവിടെ ഹൈറേഞ്ചിലാകുമ്പോൾ നാട്ടുകാർക്ക് തന്നെയും അറിയില്ല, വീട്ടുകാർക്ക് ഉഷയെയും അറിയില്ല. എന്നാൽ പിന്നെ പൂത്ത പാല കാണാലോ എന്ന് വിചാരിച്ച് വെള്ളിയാഴ്ച നല്ല ദിവസം നോക്കി 500-ൻ്റെ 2 ഗാന്ധിയും മതിയാകുമോ എന്തോ കീശയിലിട്ട് ഞെരടിക്കൊണ്ട് ഉഷയുടെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു. വീടിന് മുന്നിലെത്തിയപ്പോഴേ മനസ്സിലായി. കല്ല് കെട്ടിയ കിണറിന് വലതുവശത്ത് മൂലയിലായി ഒരു നെടുവിരിയൻ പാല സുഗന്ധം പൊഴിച്ച് നിൽക്കുന്നു. മുറ്റത്ത് വേറെ അധികം ചെടികളൊന്നുമില്ല. സമയം 5 മണിയേ ആയിട്ടുള്ളൂ. എങ്കിലും കോട ഇറങ്ങിയിട്ടുണ്ട്. പാലയുടെ ഉയരം കാണാൻ വയ്യ. കുറച്ചപ്പുറത്തായി അവിടെ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് ഓടുമേഞ്ഞ ചെറിയ വീട്.
തിണ്ണയിൽ ഒരു കരിമ്പൂച്ച കാല് പൊക്കി സ്വയം ബോഡി ക്ലീനിങ്. മുറ്റത്ത് 4-5 കോഴികളും. വളർത്തുന്ന പൂച്ചയാകും. തൊഴുത്തും കോഴിക്കൂടുമൊക്കെ പുറകിലായിരിക്കും. ചാണകത്തിൻ്റെ നാറ്റമൊന്നുമില്ല. നല്ല വൃത്തിയായി തൂത്തിട്ടിരിക്കുന്ന വലിയ മുറ്റം. വെട്ടിവെലിക്ക് ചുട്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും 2 റൗണ്ട് മാർച്ച് ചെയ്തു. അകത്തേക്ക് വലിച്ചു നോക്കി. പുറത്താരെയും കാണാനില്ല. ഇതിപ്പോൾ എങ്ങനെയാ? ചേച്ചീന്ന് നീട്ടി വിളിച്ചാലോ? വേണ്ട, നാട്ടുകാർ നാറുകൾ ഇവിടെ എവിടെയെങ്കിലും കാണും. പാലുണ്ടോ ചേച്ചീന്ന് വിളിച്ച് ചോദിക്കാം. അല്ലേൽ വേണ്ട, കല്ലെടുത്തെറിയാം. ഇനി അവിടെ ആരും ഇല്ലെങ്കിലോ? അല്ലേ തന്നെ സന്ധ്യയ്ക്ക് ഏതെങ്കിലും നാറി വരുമെന്ന് കരുതുവോ? അങ്ങനെ വേലിക്ക് മുന്നിൽ നിന്ന് തല ചൊറിയുകയാണ് യൂത്തൻ ഫൈസു. ഇനി ഇത് തന്നെയാണോ സ്ഥലം? ഇവൻ ഏതാ ഈ മണ്ടൻ കൊണാപ്പി എന്ന മട്ടിൽ ഫൈസലിനെ നോക്കിയിട്ട് തിണ്ണയിലിരുന്ന പൂച്ച അകത്തേക്ക് കയറിപ്പോയി. കരിമ്പൂച്ചയാണ്. ശകുനക്കേടാണല്ലോ പടച്ചോനെ. യാര് എന്നെ വേണം? നീർക്കാക്കയുടെ പോസിൽ അകത്തേക്ക് നോക്കി നിന്നിരുന്ന ഫൈസലിൻ്റെ പിന്നിൽ പെട്ടെന്നൊരു ചീറൽ. എൻ്റെ ഉമ്മോ! ഫൈസൽ ഉഷയുടെ വേലി ചവിട്ടിപ്പറിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഹൈജമ്പ് ചെയ്തു. തൊട്ടപ്പുറത്ത് നിന്ന പൂവനും പിടയും ജീവനും കൊണ്ട് പുരപ്പുറത്തേക്ക് ചാടിക്കയറി. യാരടാ നീ? ചവിട്ടുകൊണ്ട് വീണ നെയ്മറെപ്പോലെ ശവാസനത്തിൽ കിടക്കുന്ന ഫൈസലിനെ നോക്കി ഉഷ ചോദ്യം ആവർത്തിച്ചു. അവൻ തല പൊന്തിച്ചു. കൈയും കാലുമൊക്കെ പോറി ചോര പൊടിയുന്നുണ്ട്. നീറുന്നു. അവൻ എഴുന്നേറ്റിരുന്ന് തല തടവി. മുന്നിലൊരു പെൺരൂപം. തലയിൽ എന്തോ ഉണ്ടല്ലോ. ഓ, ഒരു കൊട്ടയാണ്. ബ്ലൗസും കൈലിയുമാണ് വേഷം. ഒരു തോർത്തുമുണ്ട് മേത്തുണ്ട്. ഒരൽപ്പം തടിച്ച പ്രകൃതം. വലത് കയ്യിലൊരു കത്തി. ഫൈസൽ ചവിട്ടി പൊളിച്ചിട്ട വേലി മറികടന്ന് അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. അവൻ എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തി. ഇനി അവൾ കത്തിയെങ്ങാനും എടുത്ത് കാച്ചിയാലോ? മണ്ട തട്ടിയാ? കത്തിയും കുട്ടയും നിലത്തിട്ട് ഉഷ ഫൈസലിൻ്റെ അടുത്തിരുന്നു. അവൾ ഫൈസലിൻ്റെ തല പിടിച്ച് തിരുമ്മി. തല തിരുമുന്ന ഉഷയെ നോക്കി ഒന്നും മനസ്സിലാകാതെ ഫൈസലിരുന്നു. നോട്ടം മനസ്സിലാക്കിയ ഉഷ തല തിരുമ്മൽ നിർത്തി അവനോട് ചോദിച്ചു, യാരടാ നീ? ഇങ്ക എന്നെ വേലേ? അത് ഞാൻ ഇങ്ക പാല ഉഷ. ஆமா, நான் தான் உஷா. அப்புறம் என்ன, பால் வேணுமா? അതിന് എതുക്ക് തിരുട്ട് പസങ്ക മാതിരി വന്ന് കുറുകുറുന്ന് ഒളിഞ്ഞു നിൽക്കറേ? എൻ വേലിയും പോച്ച്. ഉഷ തലയിൽ കൈവച്ചു. ഫൈസൽ നിഷ്കളങ്കമായി പല്ലളിച്ചു. അച്ചടാ, ഇളിയപ്പാര്. എത്തന ലിറ്റർ വേണം? കാലയ്ക്കാ മാലയ്ക്കാ? ഉൻ വീടെങ്ക? നാനേ കൊണ്ട് തരേ. ഉഷ എഴുന്നേറ്റ് കുട്ടയും കത്തിയും കയ്യിലെടുത്തു. ഫൈസൽ പൊടിയും തട്ടി എഴുന്നേറ്റു. ഉഷ തമിഴത്തിയായിരുന്നോ? ആ പ്രാന്തൻ അത് പറഞ്ഞില്ലല്ലോ. എന്തായാലും 6 പീസ് തന്നെ. കറുപ്പൊന്നുമല്ല, നല്ല സ്വർണ്ണ നിറം. വല്ല മലയാളിയും തമിഴത്തി പെണ്ണിന് കൊടുത്ത സമ്മാനമാകും. ഒരു 35-നകത്ത് മതിക്കുന്ന പ്രായം. ഉരുണ്ടു കൊഴുത്ത അക്കൻ. ആ പണിക്കർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാവോ? പോരാത്തതിന് പെമ്പർനോത്തിയുടെ കയ്യിൽ ഉഷിരം കത്തിയും. എന്നെ യോഷിക്കറേ, പാൽ വേണമാ വേണ്ടാമാ? ഉഷ മൂട്ടിലെ പൊടിയും തട്ടി വീട്ടിലേക്ക് നടന്നു. അത് 5 ലിറ്റർ വേണം. ഫൈസൽ പുറകെ ചെന്നു. പോവല്ലേ പൊന്നെ. 5 ലിറ്ററാ? അതൊന്നും ഇല്ലപ്പാ, 2 ലിറ്റർ പോതുമാ? ഉഷ തിണ്ണയിലേക്ക് കയറി കുട്ടയും കത്തിയും മൂലക്കിട്ട് അഴിഞ്ഞു വീണ മുടി കെട്ടി. പനങ്കുല പോലത്തെ മുടി. മതി. ഫൈസലും കൂടെ കയറി. എപ്പേ? കാലേക്ക് പോതുമാ? അല്ല, ഇപ്പം വേണം. കോട കൂടുന്നതിനൊപ്പം ഫൈസലിന് ചെറിയ ടെൻഷനും തുടങ്ങി. ഇപ്പോൾ അമ്മാ, കൊഞ്ചം ടൈം എടുക്കും. കാലയിലെ ചൊല്ല വേണ്ടിയതാനേ. ഒറ്റ തവണ മതി, അത്യാവശ്യമായിപ്പോയി. അവൻ പോക്കറ്റിൽ കിടക്കുന്ന 500-ൻ്റെ നോട്ട് തപ്പി. കിട്ടുന്നില്ല. കോപ്പ് മുട്ടിടിക്കുന്നു. അടപ്പാവി. ശരി, കൊഞ്ച നേരം വെയിറ്റ് പണ്ണ്. ഞാൻ പോയി എടുത്തിട്ട് വരേ. പാത്രം ഏതാവത് ഇറുക്കാ? ഫൈസൽ കൈ മലർത്തി. എന്നെ ഇത് ഒന്ന് പുച്ഛിച്ച് അവൾ വാതിലും ചാരി അകത്തേക്ക് പോയി. ഷെടാ, ഇതിപ്പോൾ പാലും ചുമന്ന് വീട്ടിൽ പോകേണ്ടി വരൂ.
നേരത്തെ പുറത്തേക്ക് ഹൈ ജമ്പ് ചെയ്ത പൂവനും പിടയും നിരങ്ങിപ്പറന്ന് തിണ്ണയിൽ വന്നിരുന്ന് ഫൈസലിനെ വീക്ഷിച്ചു. പോ കോഴി. കരിങ്കോഴികൾ പിടിച്ച് കറി വെച്ചാൽ ഉഗ്രൻ ടേസ്റ്റായിരിക്കും. ഫൈസൽ മുറ്റത്തേക്കിറങ്ങി കറങ്ങി. സ്ഥലം വിട്ടാലോ? വേലിയും ചവിട്ടിപ്പൊളിച്ച് മുട്ടും മുറിഞ്ഞ് ഷെടാ, ആണൊരുത്തനെ കണ്ടാൽ പെമ്പ്രന്നോത്തിക്ക് മനസ്സിലാകൂലേ എന്തിനാ എങ്ങനാ എന്നൊക്കെ. ഇനിയിപ്പോൾ പൈസ ഇല്ലെന്ന് വിചാരിച്ചിട്ടാകുമോ? തിണ്ണയിലിരുന്ന പൂവൻ പിടയുടെ അടുത്തേക്ക് റൊമാൻസിന് പോകുക. ഫൈസലിന് ദേഷ്യം വന്നു. സദാചാരബോധമില്ലാത്ത കോഴി. മനുഷ്യന്മാർ നോക്കി നിൽക്കുമ്പോഴാണോ ഇതൊക്കെ? ചേച്ചി. ഫൈസൽ വീട്ടിനകത്തേക്ക് കയറി. ചെറിയ വരാന്തയും ഒരു മുറിയും കടന്ന് ഫൈസൽ അടുക്കളയിലെത്തി. അക്ക അകത്തെങ്ങുമില്ല. പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് അവൻ പിന്നാമ്പുറത്തേക്കിറങ്ങി. തൊഴുത്തിൽ എണ്ണക്കറുപ്പുള്ള പശു നിന്ന് അയവെട്ടുന്നു. പശുവിൻ്റെ അടുത്തായി ഒരു ചരുവൻ തനിയെ നിന്ന് കറങ്ങുന്നു. എന്നെ ഇங்கே വന്ന് നിൽക്കറേ. എവിടെ നിന്നോ ഒരു കെട്ട് വൈക്കോലുമായി ഉഷ പ്രത്യക്ഷപ്പെട്ടു. അത് പിന്നെ അവൾ വൈക്കോൽ പശുവിന് മുന്നിൽ കുടഞ്ഞിട്ടു. ഉനക്ക് എന്നെ പ്രശ്നം തമ്പി, ദോ ഇപ്പവേ എടുത്തു തരേ. ഉഷ കൈലി തുടയുടെ മുക്കാലോളം കാണത്തക്ക വിധത്തിൽ എടുത്തെളിയിൽ കുത്തി. പശുവിൻ്റെ അടുത്തേക്ക് ഒരു പലക വരിച്ചിട്ട് ചരുവമെടുത്ത് ഇരു തുടകൾക്കിടയിലും വെച്ച് കുന്തിച്ചിരുന്നു. അക്ക പശുവിനെ കറക്കുന്നത് നോക്കി ഫൈസു നിന്നു. ഇതിനാണോ അതിന് ഞാൻ വന്നത്? ഫൈസലിൻ്റെ തൊണ്ട വറ്റി വരണ്ടു. കോടമഞ്ഞ് കൂടിക്കൂടി വന്നു. പാലപ്പൂവിൻ്റെ മനം മയക്കുന്ന ഗന്ധം. സ്വപ്നത്തിൽ എന്ന പോലെ യാന്ത്രികമായി ഫൈസൽ ഉഷയുടെ അടുത്ത് ചെന്ന് കുത്തിയിരുന്നു. പാൽപാത്രത്തിലേക്ക് വീഴുന്ന താളാത്മകമായ ശബ്ദം. എന്നയ്യാ ഇത്? ഇതുക്ക് മുന്നാടി പൊമ്പളയെ പാത്തതേ ഇല്ലയാ? ഫൈസലിൻ്റെ നോട്ടം കണ്ട് ഉഷയ്ക്ക് ചിരി വന്നു. ഫൈസൽ യാന്ത്രികമായി തലയാട്ടി. നെഞ്ച് പടപടാന്ന് ഇരിക്കുന്നു. ചേച്ചി എന്നയ്യാ? ഉഷ കറക്കുന്നത് നിർത്തി. നീങ്ക എന്തൊരു സുന്ദരിയാ. പാത്തപ്പഴേ നനച്ചാച്ച്. കയ്യിൽ ഏതാവത് ഇറുക്കാ? ഫൈസൽ പോക്കറ്റിൽ നിന്നും ഗാന്ധി തപ്പിയെടുത്തു അവളെ കാണിച്ചു. ഉഷയുടെ കണ്ണു വിടർന്നു. മുതലേ സൊല്ല വേണ്ടിയതാനേ. ഉള്ളപ്പോയിരി, ഞാൻ എന്ത് പണി തീർത്ത് വരെ. ശൃംഗാര ചിരിയോടുകൂടി ഉഷ 500 ഫൈസലിൻ്റെ കയ്യിൽ നിന്നും നുള്ളിയെടുത്ത് അരയിൽ തിരുകി. അവൻ്റെ ശ്വാസം നേരെ വീണു. അപ്പോൾ ചേച്ചി പൊളിയാണ്. ഞാനിവിടെ ഇരുന്നോളാം ചേച്ചി. കറക്കുന്നത് കാണാൻ നല്ല രസം. ശരി എങ്കപ്പ. നിങ്ക എന്താ ഊര്? മുന്നാടി ഇങ്ങ പാക്കവേ ഇല്ലേ? ഉഷ വേഗത്തിൽ പശുവിനെ കറക്കാൻ തുടങ്ങി. വീടാണോ? തിരുവനന്തപുരത്താ. ബാപ്പ ഇവിടെ ഒരു ഏലത്തോട്ടം മേടിച്ചു. വല്ലപ്പോഴും വരുമ്പോൾ ഞാനും കൂടെ കയറി വരും. അന്താ അനു അമ്മ അവിടെ തോട്ടമാ? ഉഷ കറ നിർത്തി ഒട്ടൊരമ്പരപ്പോടെ ചോദിച്ചു. അത് തന്നെ. സ്വാമി, அந்த பெரிய மனுஷൻ്റെ புள்ளையா നീ? എതുക്ക് இந்த மாதிரி இடத்துல சின்ன புள்ள நீங்க? പിന്നെ ഒന്ന് പോയേച്ചി. ചിന്ന പുള്ള കോപ്പാണ്. ഫൈസൽ ഉഷയുടെ കഴുത്തിൽ ഇക്കിളിയിട്ടൊന്ന് ചിരിച്ചു. ഓയ്. ഇഷ കഴുത്ത് വെട്ടിച്ചു.